ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇന്ന് നമുക്ക് ഓവനും ഗ്രില്ലറും ഉപയോഗിക്കാതെ ഗ്രിൽ ഫ്രൈ പാനിൽ ഈസി ആയിട്ട് അൽഫാം ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ കറക്റ്റ് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. തൊലിയോട് കൂടിയാണ് എടുത്തത്. തൊലിയോട് കൂടി ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റും കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ ചപ്പാത്തിക്കോലോ ഇതുപോലുള്ള മുട്ടി കൊണ്ടോ നന്നായി അടിച്ചെടുക്കാം. എല്ല് വേർതിരിഞ്ഞ് പോകുന്ന രീതിയിൽ അടിക്കരുത്. ഇനി ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാല നന്നായി പിടിക്കാൻ വേണ്ടി ഇതൊന്ന് വരഞ്ഞെടുക്കാം. എല്ലാം വരഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് 3 ടേബിൾ സ്പൂൺ, നല്ല കട്ട തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി. പിന്നെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വിനാഗിരി 2 ടേബിൾ സ്പൂൺ. വിനാഗിരിൻ്റെ പകരം ഒരു വലിയ ചെറുനാരങ്ങ നീരും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 20 മിനിറ്റ് മാറ്റി വെക്കാം. നന്നായി ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് അൽഫാമിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കാം. അൽഫാം മസാലപ്പൊടിയാണിത്. ഇതിവിടെ സ്റ്റോക്ക് ഉണ്ടായതാണ് കേട്ടോ. ഈ മസാലപ്പൊടി തയ്യാറാക്കിയത് 4 വറ്റൽമുളക്, മല്ലി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി അല്ല കേട്ടോ, നല്ല ജീരകം 1 ടേബിൾ സ്പൂൺ, പെരുംജീരകം 1 ടേബിൾ സ്പൂൺ. ഇതൊക്കെ കൂടി നന്നായി ചൂടാക്കി മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇനി ഈ മസാലപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. അതിലേക്ക് 2 ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ 7 ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിൻ്റെ പകരം ഒരു വലിയ ഉള്ളിയും ചേർക്കാം കേട്ടോ. 4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, അരക്കപ്പോളം മല്ലിയില. ഇനി ഇതൊക്കെ കൂടി ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അൽഫാമിൻ്റെ മസാല മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഈ മസാല മിക്സ് നേരത്തെ 20 മിനിറ്റ് മാറ്റി വെച്ച ചിക്കനിലേക്ക് ചേർക്കാം. അപ്പോൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ മസാല മിക്സ് ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ചേർത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ, വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ അതിലേക്ക് ഗരം മസാല 2 ടേബിൾ സ്പൂൺ, ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒലിവ് ഓയിലാണ് വേണ്ടത്. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം. ചേർത്താൽ നമ്മുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതൊക്കെ കൂടി ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത്
ഇനി ഇതൊരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ ചിക്കനിൽ നന്നായി മസാല പിടിക്കുള്ളൂ. എത്ര ടൈം വെക്കുന്നോ അത്രയും ടേസ്റ്റും കൂടും. അപ്പോൾ ഞാനിത് ഏതായാലും 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. തണുപ്പ് കുറഞ്ഞതിന് ശേഷം നമുക്കിത് ഗ്രിൽ ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഗ്രിൽ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ചിക്കൻ മാറ്റിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ് വെച്ച ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ശേഷം ഇത് മറച്ചിടാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അതിൻ്റെ ഇടയ്ക്ക് തിരിച്ചും മറിച്ചും കൊടുക്കണം. ചിക്കൻ അങ്ങനെ ഏകദേശം റെഡിയായപ്പോൾ തന്നെ പാനിൽ നിന്ന് എടുത്തിട്ട് തീയിൽ വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കറക്റ്റ് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ അൽഫാം ചിക്കൻ്റെ ടേസ്റ്റും ആ പുകമണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മുടെ അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു. ആ പുക മണവും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.